കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാ പുഷ്പം പോലെ ഹൃദയം. ആധുനിക ലോകം കണ്ട ഏറ്റവും വലിയ വിശുദ്ധ എന്ന പ്രസിദ്ധി ആർജിച്ചവളാണ് ചെറുപുഷ്പം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വിശുദ്ധ കൊച്ചു ത്രേസ്യ. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ദൈവസ്നേഹത്തെക്കുറിച്ച് 11-ാം പിയൂസ് മാർപ്പാപ്പ ഇങ്ങനെ പറയുന്നു: സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്ക് നടന്നെടുക്കുവാൻ സുഗമമായ പാതയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ നമുക്ക് തുറന്നു തന്നിരിക്കുന്നത്. അതെ, തിരുസഭയുടെ വേദപാരംഗത നിരയിൽ ഏറ്റവും പ്രായം കുറഞ്ഞവൾ, സ്നേഹമെന്ന കുറുക്കുവഴി നമുക്ക് കാണിച്ചു തന്നവൾ, മറ്റു വിശുദ്ധരെക്കാൾ വ്യത്യസ്തമായ ദൈവാനുഭവങ്ങളിലൂടെ സ്വർഗത്തിലെ വഴികൾ ഓടിക്കയറിയ വിശുദ്ധ. അവളുടെ ഈ നൊവേന ദിവസങ്ങളിൽ ചെറുപുഷ്പത്തിന്റെ തൂലികത്തുമ്പിൽ നിന്ന് അടർന്നു വീണ അവളുടെ ദൈവാനുഭവത്തിന്റെ വഴിമുത്തുകൾ നമുക്ക് ധ്യാനിക്കാം. ഇന്നേ ദിവസം വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ദൈവസ്നേഹമാകട്ടെ നമ്മുടെ ധ്യാന വിഷയം. വിശുദ്ധ കൊച്ചു ത്രേസ്യ പറയുന്നു: നല്ല ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ഏകമാർഗം സ്നേഹം മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏകശാസ്ത്രം സ്നേഹത്തിൻ്റെ ശാസ്ത്രമാണ്. വളരെയധികം പ്രവർത്തിക്കുന്നതിലല്ല പുണ്യം സ്ഥിതി ചെയ്യുന്നത്, പ്രത്യുത കൂടുതൽ സഹിക്കുന്നതിലും സ്നേഹിക്കുന്നതിലുമാണ്. ഈശോയെ പ്രസാദിപ്പിക്കാൻ, അവിടുത്തെ ഹൃദയത്തെ നേടിയെടുക്കാൻ എത്ര എളുപ്പമാണ്. നാം നമ്മെ തന്നെ വിസ്മരിച്ച് അവിടുത്തെ സ്നേഹിച്ചാൽ മാത്രം മതി. എൻ്റെ ഈശോയെ മറ്റാരും സ്നേഹിച്ചിട്ടുള്ളതിൽ കൂടുതൽ എനിക്ക് സ്നേഹിക്കണം. എൻ്റെ സ്നേഹം മുഴുവൻ അവിടുന്ന് കേന്ദ്രീകരിച്ചിരിക്കുന്നു. നല്ല ദൈവമേ, ബാല്യം മുതൽക്കേ അങ്ങയുടെ സ്നേഹം എന്നിൽ പ്രാബല്യം നേടി. അത് എന്നോടൊപ്പം വളർന്നു. ഇപ്പോൾ അത് ഒരു മഹാസമുദ്രമായി പരിണമിച്ചിരിക്കുന്നു. അതിൻ്റെ ആഴമിളക്കാൻ എനിക്ക് ശേഷിയില്ല. ദൈവസ്നേഹത്തിൻ്റെ സുഗമമായ കുറുക്കുവഴി ഞങ്ങളെ പഠിപ്പിച്ച ആത്മീയ ഗുരുനാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.